ജന്മാദ്യശ്ച യദോന്നയാദിതരതച്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തർക്കോമുഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം വിദുര മൈത്രേയ സംവാദം, അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി കുറച്ചങ്ങോട്ട് ഉണ്ട്. അത് ഈ സ്കന്ധം മുഴുവനെയും, ചതുർത്ഥ സ്കന്ധം മുഴുവനെയും വിദുര മൈത്രേയ സംവാദമാണ്. അപ്പോൾ എന്താണ് അത് ഇതിലും ചോദിച്ചത്? സൃഷ്ടിയാദി വ്യാപാരങ്ങൾ, ഭഗവാനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ പറയാനുള്ളത് എന്താ? സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതേക്കുറിച്ചേ പറയാനുള്ളൂ. അപ്പം എത്രയൊക്കെ അധ്യായങ്ങൾ, എത്രയൊക്കെ ടോപ്പിക്കുകളും വന്നതോ അതതിൻ്റെ വിശദീകരണമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിനെ എക്സ്പാൻഡ് ചെയ്താൽ എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ഇത് പണ്ട് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ, ഒന്നുകൊണ്ട് അറിയണം രണ്ടിൻ്റെ ബലാബലം എസ് എഴുതാൻ പറഞ്ഞു ഒരാളോട്. അയാൾ 2 കൊണ്ട് അറിയണം 3ൻ്റെ ബലാബലം, 4 കൊണ്ട് അറിയണം 5ൻ്റെ ബലാബലം എന്ന് പറഞ്ഞ് അങ്ങനെ പേജ് കണക്കിന് എഴുതി. 1000 കൊണ്ട് അറിയണം 1001ാമത്തിൻ്റെ ബലാബലം, 1 കൊണ്ട് അറിയണം 2ൻ്റെ ബലാബലം എന്നാണല്ലോ. എന്ന പോലെയാണ് ഇത്. അത് ഒരു തമാശ ഏർപ്പാടാണ് കേട്ടോ പറഞ്ഞത്. 1 കൊണ്ട് അറിയണം 2ൻ്റെ ബലാബലം എന്ന് പറഞ്ഞ പോലെ എത്ര വേണിച്ചാലും അതിനെ എക്സ്പാൻഡ് ചെയ്യാം. സംഖ്യയ്ക്കുണ്ടോ അതിന്? അതുപോലെയാണ്. അപ്പം കഥകളായി വന്നു, അത്രയേ ഉള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരത്തെക്കുറിച്ചാണ് വിവരിക്കണത്, അത്രയേ ഉള്ളൂ. അതേ ഇങ്ങോട്ട് വിവരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് ഏതൊക്കെ തരത്തിൽ പറഞ്ഞാലാണ് ആൾക്കാർക്ക് മനസ്സിലാവുക, അങ്ങനെ പല തരത്തിൽ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോന്നാണ് മനസ്സിലാവുക. എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അതാണ് ഒരു വാക്കിൻ്റെ അർത്ഥം. ഒരു അധ്യാപകൻ പറയുമ്പോൾ 2-3 തരത്തിൽ പറയും. ഇൻ അതർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിലത്തെ ചിലത് ചിലർക്ക് മനസ്സിലാവും, എല്ലാതും ഒരേപോലെ. അതിനാണ് കഥകളാക്കി ഇത്രയധികം വിവരിച്ചത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. എന്താണ് സൃഷ്ടി? രാമായണത്തിൽ പറയേണ്ട അഗസ്ത്യനൊക്കെ പറഞ്ഞു കൊടുക്കണം, തന്നെ ഇവിടെയും പറയണം, ഒരു വ്യത്യാസമില്ല. മഹത്തത്വം ആദ്യം സൃഷ്ടിച്ചു, അതിനെ 3ആയിട്ട് പിരിഞ്ഞു. സാത്വികൻ, രാജസം, താമസം. സാത്വികത്തിൽ നിന്ന് മനസ്സുണ്ടായി, ജ്ഞാനേന്ദ്രിയങ്ങൾ. രാജസത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളുണ്ടായി. താമസത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ഇത് കുറേ നമുക്ക് പഠിക്കണ കാര്യമാണല്ലോ, അല്ലാണ്ട് വലിയൊരു സംഭവമൊന്നുമല്ല. തന്നെയാണ് രാമായണം നോക്കിയാലും കാണാം. മഹത്തത്വം അത് 3ആയിട്ട് പിരിഞ്ഞു. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി എന്ന് പറയണ്ട കേട്ടോ. ആ അഹങ്കാരം 3ആയിട്ട് പിരിഞ്ഞു. സാത്വികൻ, രാജസം, താമസം. സാത്വികത്തിൽ നിന്ന് അന്ധക്കരണം, ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയാം. രാജസത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളെ, കയ്യേ, കാല്, വാക്ക്, പായു, വ്യവസ്ഥം. താമസത്തിൽ നിന്ന് ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നീ ഇങ്ങനെയാണ് സൃഷ്ടി എവിടെയും പറയുക. എവിടെയും തന്നെ പറഞ്ഞാൽ അതിലൊരു സത്യം ഉണ്ടെന്ന് ഉറപ്പാണ്. ഒരു ദിക്കിലും ഒരുപോലെ അല്ല പറയണത്. ഗീതയിലും കാണാം. തതോ 27ാമത്തെ ഭവൻ മഹത്തത്വം ഉണ്ടോ. അവ്യക്താത് കാലചോദിതാത് വിജ്ഞാനാത്മാത്മദേഹത്വം വിശ്വം വ്യഞ്ജൻ തമോനുദ. പുരുഷൻ പ്രകൃതിയിൽ വീര്യത്തെ ആദാനം ചെയ്തു. പുരുഷൻ സ്ത്രീയിൽ ആദാനം ചെയ്യുന്നത് പോലെ തന്നെ ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് പ്രതീകാത്മകമാണ്. മായയെ കൊണ്ടേ സൃഷ്ടിക്കാൻ പറ്റൂ. മായയില്ലാതെ സൃഷ്ടിയില്ല, ലോകമില്ല, ഒന്നുമില്ല. ഒക്കെ മായയാണ്. സത്യ ഈശ്വരൻ മാത്രം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറയാനുള്ള കാരണം ഇല്ലാത്തത് പറയുമോ അവരൊക്കെ? ഇതൊക്കെ മിഥ്യയാണ്. ഇതുണ്ട് എന്ന് നമുക്ക് തോന്നാൻ എന്താണ്? അപ്പോൾ അതിനൊരു കാരണം വേണമല്ലോ. അതാണ് മായ.
അപ്പോൾ ആ മായയും പുരുഷനും അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും യോജിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? പ്രപഞ്ചം ഉണ്ടാവുക. വീര്യമാദത്ത വീര്യവാൻ എന്ന് 26-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. വീര്യമാദത്ത വീര്യവാൻ തതോ ഭവൻ മഹത്ത്, അങ്ങനെ തുടങ്ങി. എന്താ തെറ്റിച്ചത്? അവ്യക്താത്, അവ്യക്തത്തിൽ മഹത്വത്വം ഉണ്ടായി. സോപ്യംശ ഗുണകാലാത്മാ ഭഗവത് തൃട്ടിഗോചര ആത്മാനം വ്യകരോധാത്മാവിശ്വസ്യക്ഷയാം സ അഭി അതും കാലാത്മാ, അംശം ഗുണങ്ങൾ കാലം എന്നിവയോട് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയതായിട്ട് ഈ ലോകത്തിന് ആത്മാ ഭഗവത് ദൃഷ്ടിഗോചര കാരണമായിട്ട് ഭഗവാന്റെ ദൃഷ്ടിക്ക് വിഷയമായി എന്തുണ്ടായി? ശുശ്രൂഷയാ, സൃഷ്ടിക്കാനുള്ള ആഗ്രഹം നിമിത്തം. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം നിമിത്തം എന്നാണ് അർത്ഥം. ശുശ്രൂഷ ശിക്ഷയാ ആത്മാനം, ആത്മാവിനെ വികാരപ്പെടുത്തി. സോപ്യംശ ഗുണകാലാത്മാ, അംശം ഗുണങ്ങൾ കാലം എന്നിവയോട് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോടു കൂടി ആയ ആ മഹത്വത്വം, അതും എന്ന് പറഞ്ഞാൽ ആ മഹത്വത്വം ഇതിനോടൊക്കെ ചേർന്നതാണ്. ഗുണം എന്ന് പറഞ്ഞാൽ സാത്വിക താമസ ഗുണങ്ങൾ, കാലം ഭൂതം ഭവ്യം വർത്തമാനം, ഇതിനൊക്കെയാണല്ലോ കാലം. ഇതെല്ലാം ചേർന്നതാണ്. അങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, മഹത്വത്വത്തെ രൂപപ്പെടുത്തിയത് എന്നർത്ഥം. സൃഷ്ടിക്ക് വിഷയമായിട്ട് ശിക്ഷയാൽ ഭഗവാൻ ഇപ്രകാരം ആത്മാവിനെ വികാരപ്പെടുത്തി. ആത്മാവെന്ന് പറഞ്ഞാൽ ശരിക്കും വികാരം ഇല്ലാത്തതാണ് അല്ലേ? ആത്മാവിന് വികാരമോ നാമരൂപഭേദങ്ങളോ യാതൊന്നും ഇല്ല. ഉണ്ടോ? അതിനെ അങ്ങനെ ആക്കി തീർത്തു വന്നാലേ എന്തുണ്ടാവുള്ളൂ? സൃഷ്ടി ഉണ്ടാവുള്ളൂ. അങ്ങനെ സൃഷ്ടി ചെയ്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എന്തുണ്ടായി? മഹത്തത്വാദ്വികുർവാണാദഹം തത്വം വ്യജായത, അഹങ്കാരതത്വം ഉണ്ടായി. ഇവിടെ ഒരു വ്യക്തി അഹന്തയുള്ളവനാണ് എന്നതല്ല കേട്ടോ ഇവിടെ പറയണത്. അഹങ്കാരം എന്ന തത്വം ഉണ്ടാക്കി എന്നാണ് പറയണത്. അഹങ്കാര തത്വത്തെ സൃഷ്ടിച്ചു. അതിൽ കുറച്ചും കൂടി വിപുലമായ ഒരു എന്താ പറയുക അർത്ഥമുണ്ട്. അഹന്ത കണ്ടില്ലേ, അവൻ്റെ അഹങ്കാരിയാണ് അവൻ എന്ന് മാത്രമല്ല അർത്ഥമുള്ളൂ. അതുണ്ട്, അത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെന്താ വേറെ അർത്ഥം? വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഒരു നമ്മൾ പറയുന്ന തെറ്റല്ലാത്ത ഭാവവും അതിൽ വരും. എന്താ തെറ്റല്ലാത്ത അഹങ്കാരം? അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഒന്നുണ്ട്. ആണ് മനസ്സിലാക്കാനുള്ളത്. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ വിചാരിക്കും ആത്മാർത്ഥതയുള്ള ആളാണെന്ന് വെച്ചാൽ അത് നന്നാക്കണം, ഞാൻ അതിന് എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യും. ആ അഹങ്കാരത്തിന് കുഴപ്പമില്ല. ഉണ്ടോ? അപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ ഞാൻ അവിടെ ഞാനുണ്ട്, പ്രതികരിക്കും, മിണ്ടാതിരിക്കില്ല. ആലോചിയായിക്കോട്ടെ, ആൾക്കാർ ആലോചിയായിക്കോട്ടെ. 100 കഴുതകളുടെ സപ്പോർട്ട് കിട്ടുന്നതിലും നല്ലത് ഒറ്റപ്പെടുകയോ ഒരു ബുദ്ധിമാൻ്റെ കൂടെ നിൽക്കുകയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോ. അധർമ്മികളുടെ കൂടെ നിന്നിട്ട് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് തോൽക്കുന്നതാണെന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു. ഇതൊക്കെ ചെറിയ തരത്തിലുള്ള അഹം എന്ന ബോധമാണ്. പക്ഷെ അതുകൊണ്ട് തെറ്റില്ല. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണം. ഒക്കെ ഞാൻ തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ആ തോന്നലുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തോന്നിക്കണം എന്നാണ് ഹരിനാമകീർത്തനത്തിൽ പ്രാർത്ഥിച്ചത്. അത് ശരിയായിട്ടുള്ള അഹങ്കാരമുണ്ട്, തെറ്റായിട്ടുള്ള അഹങ്കാരവും ഉണ്ട്. ഏതാ തെറ്റായിട്ട് നമുക്കറിയാം. എന്നെപ്പോലെ കേമന ആരുമില്ല, ഒരുത്തനി എന്നേക്കാൾ വലുതാവാൻ ഞാൻ സമ്മതിക്കില്ല, അവനെ ഞാൻ വില വയ്ക്കില്ല, എന്നെ ചോദിക്കാൻ അവൻ ആരാണ്, ഇതൊക്കെ തെറ്റായിട്ടുള്ള അഹങ്കാരമാണ്. എല്ലാറ്റിനും ഉണ്ടല്ലോ രണ്ടും. അതുകൊണ്ട് ഇവിടെ രണ്ടും ചേർന്ന അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. അതിൽ വേർതിരിവുകൾ ഉണ്ടായിട്ടാണ് തെറ്റായ അഹങ്കാരവും ശരിയായ അഹങ്കാരവും. അങ്ങനെ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ എന്നർത്ഥം കൊണ്ട് പറഞ്ഞതാണ്. മഹം തത്വം, അഹം എന്നു പേരായ അഹം തത്വം വ്യജായത ജനിച്ചു. കാര്യകാരണ കർത്താത്മാ, കാര്യം കാരണം കർത്താവ് എന്നിവയുടെ സ്വരൂപമായിരിക്കുന്ന ഭൂതേന്ദ്രിയ മനോമയ, ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇവയുടെ രൂപം തന്നെ, അതിനെയും സൃഷ്ടിച്ചു.
പിന്നെ സൃഷ്ടിച്ചതാണ് മനസ്സ്. പിന്നെ ഭൂതം, ഇന്ദ്രിയങ്ങൾ. ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. എപ്പോഴും ഭൂതം ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി ഇവയെ ചുരുക്കി പറയാൻ ഉപയോഗിക്കുകയാണ് ഭൂതം എന്ന ടേം. ഇന്ദ്രിയം, 10 ഇന്ദ്രിയങ്ങളുണ്ട്. കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5. കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, വായു, പായു, ഉപസ്ഥം. വായു അല്ല കേട്ടോ, പായു. പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയങ്ങൾ. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ. കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ. വാക്കേന്ദ്രിയം കർമ്മേന്ദ്രിയത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവിയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അറിയാനാണ് അവ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ടൊരു കാര്യം എടുക്കാനോ വെട്ടിമുറിക്കാനോ പറ്റില്ലല്ലോ, കാണാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അറിയാം അതെന്താണെന്ന് അറിയാം. നിറം മനസ്സിലാക്കാം, രൂപം മനസ്സിലാക്കാം, വൃത്താകാരമാണ്, സിലിണ്ടറിക്കലാണ്, ചതുരാണ് മനസ്സിലാക്കലാണ് കണ്ണുകൊണ്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല. അങ്ങനെ ഇന്ദ്രിയങ്ങൾ സൃഷ്ടിച്ചു. അത്രയേ ഉള്ളൂ. മഹത്വത്തിൽ നിന്ന് അഹങ്കാരം സൃഷ്ടിച്ചു. അഹങ്കാരത്തിൽ നിന്ന് ഭൂതം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായവയും സൃഷ്ടിച്ചു. കാര്യകാരണ കർത്താത്മ, കാര്യം, കാരണം, കർത്താവ് ഇവയുടെ സ്വരൂപമാണ് ഈ പഞ്ചഭൂതങ്ങൾ. വൈകാരിക തൈജസശ്ചത്താമസച്ചേത്യഹം ത്രിത അഹം തത്വാത് വികുർവാണാത് മനോവൈകാരികാദഭൂ വൈകാരികാച്ചയേദേവ അർത്ഥാഭിവ്യഞ്ജനം യഥാ. അഹം തത്വം വൈകാരിക സത്വഗുണത്തിൽ നിന്ന്, തേജസ്സത്തിൽ നിന്ന്, താമസി താമോ ഗുണത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് 3ആയിട്ട് പറയാം. അഹം തത്വത്തിനെ 3ആക്കി തിരിക്കാം. സാത്വികൻ, രാജസൻ, താമസം എന്ന് ചുരുക്കം. താമസ അഹങ്കാരമാണ്. എന്നെപ്പോലെ ആരുമില്ല, എന്നോട് കളിക്കാനവനാരാ മുതലായിട്ടതൊക്കെ താമസാഹങ്കാരമാണ്. രാജസ അഹങ്കാരം ഞാനൊരു കാര്യം നടപ്പാക്കാൻ മാക്സിമം ആത്മാർത്ഥത പുലർത്തും, തെറ്റിനെ ചൂണ്ടിക്കാട്ടും. അത് കുറച്ചൊരു രാജസാണ്. സാത്വികമാവുമ്പോൾ ഞാനും ഈശ്വരനും രണ്ടല്ല. എന്നിലുള്ളത് എന്തോ അത് ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ഞാൻ. അങ്ങനെ 3ആക്കി തിരിഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞു. ത്രിധ, 3 വിധം വികാരത്തെ പ്രാപിച്ചു വികുർവാണാത്. ഈ സാത്വികത്തിന് പറയണതാണ് വൈകാരികം. വേറൊരു വാക്ക് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. സാത്വികത്തിന് അനദർ വേർഡ് വൈകാരികം. ഈസികട്ട് താസ്തികം. തൈജസം, രാജസത്തിൽ നിന്ന്. രാജസത്തിന് പറയണ വേറൊരു പേരാണ് തൈജസം. താമസത്തിന് പറയണ പേര് വേറെ ഇല്ല, അത് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സാത്വികത്തിന് വൈകാരികെന്നും കൂടി പറയും, രാജസത്തിന് തൈജസ് എന്നും കൂടി പറയും, താമസത്തിന് താമസം തന്നെ പറഞ്ഞിട്ടുള്ളൂ. വൈകാരിക തൈജസശ്ച താമസച്ചേത്യഹന്ത്രിത. വൈകാരികം, തേജസം എന്നീ 2ആയിട്ട് പറഞ്ഞു. താമസമുണ്ട്. സാത്വികൻ, രാജസം, താമസം തന്നെയാണ്. വൈകാരികൻ, തേജസം, താമസം. അഹം തത്വ വികുർവാണാൻ മനോവൈകാരികാദഭൂൻ. അഹം തത്വത്തിൽ നിന്ന് മനസ്സ് ഉണ്ടായി. ദേവന്മാർ യാതൊരുത്തരോ വൈകാരിക സത്വപ്രധാനഹന്തത്തിൽ നിന്നുണ്ടായവർ. ദേവന്മാർ സാത്വികനിൽ നിന്നുണ്ടായി. യാതൊരുത്തരിൽ നിന്ന് അർത്ഥാഭിവ്യഞ്ജനം, അർത്ഥങ്ങളുടെ ജ്ഞാനം ഉണ്ടാവുന്നു. ഇപ്പോൾ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേവതകൾ എന്നീ 3 വിധക്കാരുടെ ഉൽപ്പത്തി കാരണം ആയതാണ് ഇവിടെ വിവരിക്കുന്നത്. സാത്വികാദിത്യ നിമിത്തം, രജസിൻ്റെ ആധിക്യം നിമിത്തം, തമസിൻ്റെ ആധിക്യം നിമിത്തം, ഇങ്ങനെ 3 സൃഷ്ടിയാണ് ഉണ്ടാവുക. 3ഉം എല്ലാവരിലും ഉണ്ടാവും. ആധിക്യമാണ് വ്യത്യാസം, അത്രയേ ഉള്ളൂ. ഇത് 3ഉം കൂടിയതാണ് ലോകം. ഒരാളും സാത്വിക മാത്രമായിട്ടില്ല, രാജസം മാത്രമായിട്ടില്ല, താമസം മാത്രമായിട്ടും ഇല്ല. ഉറക്കം വരുമ്പോൾ തമോ ഗുണമുണ്ട്, വിഷയങ്ങളിൽ താല്പര്യം വരുമ്പോൾ രജോ ഗുണമുണ്ട്.
ആധ്യാത്മിക കാര്യങ്ങൾ ശക്തി ഉണ്ടാകുമ്പോൾ സാത്വികേണ്ടത് മൂന്നും എല്ലാവരിലും ഇല്ലേ? ഉണ്ട്. ഓരോരുത്തരിലും ഇതിൻ്റെ പ്രൊപ്പോർഷൻ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അനുപാതം. അപ്പോൾ സാത്വികം അധികരിച്ചവരെയാണ് നമ്മൾ സാത്വികരെന്ന് പറയുക. മറ്റത് രണ്ടും ഇല്ല എന്നർത്ഥമില്ല. രാജസം അധികരിച്ചവരെ രാജസർ എന്ന് പറയും. അതിൽ മറ്റു രണ്ടും ഇല്ല എന്നർത്ഥമില്ല. തമോ ഗുണികളിലോ രാജസം സാത്വികമുണ്ട്, കൂടുതൽ തമോ ഗുണമാണ് എന്നേ ഉള്ളൂ. സാത്വിക ആദിത്യ നിമിത്തം രജസ് അധികമാവുമ്പോൾ തമസ് അധികമാവുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ പറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുന്ന അർത്ഥങ്ങളുടെ ജ്ഞാനം ഉണ്ടാവുന്നത്. അതിനെ ആത്മീയത്തിൽ തന്മാത്രകൾ എന്ന് പറയും. 5 എണ്ണമാണ് തന്മാത്രകൾ, 5 എണ്ണമാണ് പഞ്ചഭൂതങ്ങൾ. രണ്ടും 5ആണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയെ തന്മാത്രകൾ എന്ന് പറയുന്നു. അപ്പം ഇതുകൊണ്ടാണത്രേ ഇത് അറിയാൻ സാധിക്കുന്നതാണ് സാത്വികത്തിൽ നിന്ന് ഇതിനെ അറിയാൻ കഴിയുന്നത്. താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി, സാത്വികത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. ശബ്ദസ്പർശരൂപരസ ഗന്ധാദികളെ അറിയുന്നു. ഇവിടെ ദേവന്മാർ എന്നുള്ളതിനൊരു പ്രത്യേക അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിലത്തെ ഇന്ദ്രൻ്റെ കൂടെയുള്ള ദേവന്മാർ മാത്രം അങ്ങനെയല്ല. പിന്നെന്താ ദേവന്മാർ എന്ന് പറഞ്ഞ അർത്ഥം? ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവർ എന്ന ഒരു വിശേഷണ അർത്ഥം ഇവിടെ മനസ്സിലാക്കാൻ ഉണ്ട്. ഉദാഹരണം പറയാം, എല്ലാതും പറയണില്ല. കണ്ണിന് കൂടെ കാഴ്ച ഉണ്ടാവുന്നത് നേരത്തെ എപ്പോഴും ഒരിക്കലും പറഞ്ഞതാണത് ദ്വിതീയസ്കന്ധത്തിൽ. സൂര്യൻ എന്ന ദേവൻ്റെ പ്രകാശം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ്. അപ്പോൾ കണ്ണിൻ്റെ ദേവത ആരാ? സൂര്യൻ. ചെവിയുടെ ദേവതയാണ് ദിഗ്ദേവതകൾ, അതുകൊണ്ടാണ് കേൾക്കാൻ കഴിയുന്നത്. കൈയിൻ്റെ ദേവതയാണ് ഇന്ദ്രൻ, അതുകൊണ്ടാണ് എടുക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത്. ഇന്ദ്രൻ തകരാറായ ഇടയ്ക്ക് കൈ ഇളകില്ല, അങ്ങനെ വരുന്നുണ്ട് ഇല്ലേ? അതേപോലെ ഉപേന്ദ്രനെ പ്രവർത്തിക്കുമ്പോഴാണ് നടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാലുകൊണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്. കാലിളകണില്ല, കൈ ഇളക്കാൻ വയ്യ, കാലിളക്കാൻ വയ്യ. അവിടെയാണ് ഈ ദേവന്മാരുടെ പ്രസക്തി ശരിക്കും വരുന്നത്. സാത്വികത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവണത്? ചെവി കൊണ്ട് കേൾക്കാനും, ത്വക്കൊണ്ട് സ്പർശം അറിയാനും, കണ്ണുകൊണ്ട് കാണാനും, ചെവി കൊണ്ട് കേൾക്കാനും സാധിക്കുന്നത്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും. മൂക്കുകൊണ്ട് ഗന്ധം അറിയാൻ കഴിയുന്നു, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, സ്പർശം കൊണ്ട് തൊട്ടറിയാൻ കഴിയുന്നു, ശബ്ദം കൊണ്ട് കേട്ടറിയാൻ കഴിയുന്നു, കണ്ണുകൊണ്ട് കാണാനും കഴിയുന്നു. രൂപം, ചെവി കൊണ്ട് കേൾക്കുന്നത് എന്താണ്? ശബ്ദം. ഇതൊക്കെ ശരിക്കും എഴുതിയെടുത്ത് മനസ്സിലാക്കാവുന്നതാണ്. വളരെ ഈസിയാണ് എഴുതിയെടുത്താൽ. അല്ലെങ്കിൽ ഒന്നും ഓർമ്മ നിൽക്കില്ല, എഴുതിയെടുത്താലോ വളരെ എളുപ്പം. ശബ്ദം, സ്പർശം ത്വക്കുകൊണ്ട്, രൂപം കണ്ണുകൊണ്ടറിയുന്നു, രസം 6 രസം നാവ് കൊണ്ടറിയുന്നു, ഗന്ധം മൂക്കൊണ്ടറിയുന്നു. ഇവിടെ ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് പറഞ്ഞിരിക്കണം. അപ്പം ദേവന്മാർ ഉണ്ടായി എന്ന് പറഞ്ഞു നേരത്തെ സാത്വികത്തിൽ നിന്ന്. അതിൽ നിന്ന് എന്തുണ്ടായി? ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ആകുന്ന തന്മാത്രാജ്ഞാനം ഉണ്ടാവുന്നു. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളും, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, സാത്വികത്തിൽ നിന്ന് സദ്യസ്പർശ രൂപരസഗന്ധങ്ങളും അതിൻ്റെ അവയവങ്ങളാകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി. 3 കാര്യമാണ് ഓർക്കേണ്ടത്: സാത്വികൻ, രാജസം, താമസം. സാത്വികത്തിൽ നിന്ന് എന്തുണ്ടായി? ദേവതകളുണ്ടായി. അതുകൊണ്ടാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെക്കുറിച്ച് അറിയുന്നത്. രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി, കർമ്മേന്ദ്രിയങ്ങൾ വിശേഷിച്ചും.
താമസത്തിൽ നിന്ന് ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതായ ഈ ലോകം ആയി, സൃഷ്ടിയായി. 24 തത്വം: ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം, 10 ഇന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ. ഈ 24 തത്വങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തേജസാൻ ഇന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദി യതക്കം ലിംഗമാത്മന. ഇതിനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനാട്ടോ കഥ. ഏത് കഥയായാലും, ദക്ഷയാഗം ആയിക്കോട്ടെ, ധ്രുവചരിതം ആയിക്കോട്ടെ, ഒക്കെ രസമുള്ള കഥയാണ്. ഇതെന്ത് വിഷയം എന്ന് തോന്നണ്ട എന്ന് പറയാനാണ് അപ്പോൾ പറഞ്ഞത്. ഇതറിയാനാണ്, ഉറപ്പിക്കാൻ കഥ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അറിയേണ്ടത്. അത് മറ്റേത് അറിയേണ്ടതുണ്ടോ? മറ്റേത് പഠിക്കാനൊന്നുമില്ല. കഥ അപ്പോൾ പഠിക്കാനുണ്ടോ? ആർക്കും 1 പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടാൽ അറിയും. അത് ഭക്തി ഉണ്ടാവാനും ഈ വക വിഷയത്തിൽ നമുക്ക് താല്പര്യം ജനിക്കാനും വേണ്ടി പറഞ്ഞ് കുറേ കഥകൾ പറഞ്ഞിരിക്കുക. അതല്ലല്ല ലക്ഷ്യം, ഇതാണ് ലക്ഷ്യം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെ പ്രാധാന്യം കുറഞ്ഞ് കാണുകയോ മുഷ്പൻ വിഷയമായിട്ട് കാണുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉദ്ദേശം തന്നെ നടക്കില്ല. എല്ലാവർക്കും അതേപോലെ മനസ്സിലാക്കാൻ പറ്റുന്നല്ല, ആവണ പോലെ മനസ്സിലാക്കുക, ശ്രമിക്കുക, തള്ളിക്കളയരുത്. ഭൂതസൂക്ഷ്മാതി, ഭൂതങ്ങളുടെയും സൂക്ഷ്മങ്ങളുടെയും കാരണം ആകുന്നു എന്നൊന്നിൽ നിന്ന് ബ്രഹ്മത്തിൻ്റെ ജ്ഞാപകമായ ആകാശം. മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വെച്ചിട്ട് പരീക്ഷയിൽ തോൽക്കാനോ ആരും ചീത്ത പറയാനോ ശിക്ഷിക്കാനോ ഒന്നും പോകണില്ല. അതൊന്നും വിഷയമല്ല. പക്ഷേ സാധിക്കുന്ന പോലെ ഗ്രഹിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അത്രയല്ലല്ലോ. അവരവരുടെ നിലയ്ക്ക് അനുസരിച്ചിട്ടല്ലേ ഗ്രഹിക്കാൻ പറ്റൂ. അത്രയേ ഉള്ളൂ. ആർക്കും മുഴുവൻ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ ജ്ഞാനകർമ്മമയാനി, ജ്ഞാനകർമ്മ രൂപങ്ങളായ ഇന്ദ്രിയങ്ങൾ എന്നാണ് ജ്ഞാനകർമ്മമയങ്ങൾ എന്ന് പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ 2 തരത്തിലുണ്ട്: ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ജ്ഞാനരൂപങ്ങൾ, കർമ്മരൂപങ്ങളെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ജ്ഞാനകർമ്മരൂപങ്ങൾ: കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി ഇവ ജ്ഞാനേന്ദ്രിയങ്ങളും, കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം ഇവ കർമ്മേന്ദ്രിയങ്ങളും. ഇന്ദ്രിയാണി ഇവ തൈജസങ്ങളാണ്, രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായി. താമസം എന്നതിൽ നിന്ന് അഹന്തത്വം, പഞ്ചഭൂതങ്ങൾ മുതലായത് ഉണ്ടായി. തൈജസാൻ ഇന്ദ്രിയാണ്യേവ, തൈജസം എന്ന് പറഞ്ഞാൽ രാജസം, അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളും ജ്ഞാനകർമ്മമയാനിജ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ രാജസ പ്രതീകങ്ങളാണ്. താമസോ ഭൂതസൂക്ഷ്മാദി, താമസത്തിൽ നിന്ന് എന്തുണ്ടായി? ഭൂതസൂക്ഷ്മാദി. ഭൂതം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു. എന്താ ഭൂതം എന്ന് പറഞ്ഞാൽ? പഞ്ചഭൂതങ്ങൾ: ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. അവ താമസത്തിൽ നിന്നുണ്ടായി. ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായിട്ടുള്ള പരന്തത്വം, അതിൽ നിന്നാണ് ലിംഗം. കം ആത്മന, ശബ്ദഗുണമായിരിക്കുന്ന ആകാശം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന പരമതത്വവും ആണ്. കം ലിംഗമാത്മന, ജ്ഞാപകമായ ആകാശം. ബ്രഹ്മത്തിൻ്റെ ആ ഒരു പ്രകൃതം ആകാശമാണ്. കം, ആകാശത്തെ എന്ന് പറഞ്ഞു എന്ന് മാത്രം. കാലമായാംശയോഗേന ഭഗവത് വീക്ഷിതം നഭസോ അനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം. കാലമായാംശയോഗേന, കാലം, മായ, അംശം ഇവയുടെ കൊണ്ട്, നഭം ആകാശം, നഭ എന്ന് പറഞ്ഞാൽ ആകാശം, ഭഗവത് വീക്ഷിതം ഭഗവാന്റെ സങ്കല്പത്തിന് വിഷയമായിട്ട് ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന ഗുണം ഉണ്ടായി. വികുർവത് വികാരത്തെ പ്രാപിച്ച് അത് വായുവിനെ നിർമ്മിച്ചു. ഈ സൃഷ്ടിക്രമത്തെ തുടർന്ന് വർണ്ണിക്കുകയാണ്. നഭസോ അനുസൃതം സ്പർശം, ആകാശത്തിൽ നിന്ന് സ്പർശമുണ്ടായി. സ്പർശത്തിൽ നിന്ന് ആകാശം ഉണ്ടായി എന്നും പറയുന്നുണ്ട് കേട്ടോ. സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് സ്ഥൂലഭൂതം ഉണ്ടായി എന്ന്. ആ സ്പർശത്തിന് സഞ്ചരിക്കാനുള്ള സ്ഥലമാണ് ആകാശം. ഇവിടെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നഭസോ അനുസൃതം സ്പർശം, ആകാശത്തിന് സ്പർശവും ഉണ്ടായി.
അതിൽ നിന്ന് വായു ഉണ്ടായി. ആകാശം എന്ന ഭൂതത്തിൽ നിന്ന് സ്പർശവും തുടർന്ന് വായുവും ഉണ്ടായി. ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, സ്ഥൂലഭൂതത്തിൽ നിന്ന് സൂക്ഷ്മഭൂതം ഉണ്ടായി ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന ക്രമത്തിലാണ്. 5 ഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ. 5 തന്മാത്രകളാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ഇതെങ്ങനെയാണ് സൃഷ്ടിയുടെ ക്രമത്തിൽ വർണ്ണിക്കുക എന്ന് വളരെ വേഗം മനസ്സിലാവാൻ ഒരു സൂത്രമുണ്ട്. അലച്ച ഓർമ്മ നിൽക്കില്ല. അതെന്താ സൂത്രം? സൂത്രം ഒന്നുമില്ല, ഒരു പേന എടുക്കുക, ഒരു പുസ്തകം കൊടുക്കുക. പുസ്തകം ആയിക്കോട്ടെ, കടലാസ് വെച്ചാൽ അത് പോവും. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ പറയണ പോലെ ചെയ്യുക. ആകാശം, ഭൂമി, വായു, വെള്ളം, അഗ്നി 5 അക്കമിട്ട് എഴുതുക. അത് ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും വരില്ല. ഇവിടെ ആകാശം, അതിൽ നിന്ന് വായു, ആകാശം, വായു, അഗ്നി, വെള്ളം, ഭൂമി, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ 5 ഒരു പുറത്ത് എഴുതിയിട്ട് അതിൻ്റെ വലത് ഭാഗത്ത് A-B 2 കോളം പോലെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ശബ്ദസ്പർശൻ രൂപൻ രസം ഗന്ധം എന്നും എഴുതുക. കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. ആകാശത്തിൽ നിന്ന് സ്പർശം. സ്പർശത്തിൽ നിന്ന് ആകാശം എന്നും പറയും. അപ്പോൾ ഒരു സ്ഥൂലഭൂതത്തിൽ നിന്ന് മറ്റേ സൂക്ഷ്മഭൂതം ഉണ്ടാവണു. ആ സൂക്ഷ്മഭൂതത്തിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഒന്നിൽ നിന്ന് ഒന്ന് അങ്ങനെയല്ല. ഇടത്ത് പുറത്തു നിന്ന് ഒന്ന് വലത്ത് പുറത്തേക്ക്, ആ വലത്ത് പുറത്ത് നിന്ന് ഇടത്ത് പുറത്തേക്ക് ഒരു ആരോ മാർക്ക്, ഈ ഇടത്ത് പുറത്ത് നിന്ന് വീണ്ടും വലത്ത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഇപ്പം ഇവിടെ പറയണത് ആകാശത്തിൽ നിന്ന് സ്പർശം ഉണ്ടായി. വലത്ത് പുറത്ത് സ്പർശം വരിക തന്മാത്രയാണ്. തന്മാത്രയിൽ നിന്ന് ഉണ്ടാവുന്നത് അടുത്ത ഇടത്ത് പുറം വായുവാണ്. ഇനി അനിലോപി പികുർ ബാണോ നഭസോരു ബലാന്വിതാ തഥച്ച രൂപ തന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം. വികാരത്തെ പ്രാപിച്ച വായു, 2ാമത്തെ പഞ്ചഭൂതം. നഭസ, ആകാശത്തോട് ചേർന്നതുകൊണ്ട് എന്തുണ്ടായി? ഉരുബലാന്വിത, ബലം പ്രാപിച്ചു. രൂപതന്മാത്രം, രൂപതന്മാത്രത്തോടു കൂടി ലോകത്തെ പ്രകാശിപ്പിച്ചു. വായു ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അത് നഭസ ഒരു ബലാന്വിത, ആകാശമായിട്ട് ബലം വർദ്ധിച്ച് രൂപത്തെ സൃഷ്ടിച്ചു. ജ്യോതിർ ലോകസ്യ ലോചനം, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു തേജസ് ആയിട്ട് അതിൽ നിന്ന് മാറി. ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായപ്പോൾ വായു വീശാൻ തുടങ്ങി. വായു വീശാൻ തുടങ്ങിയപ്പോൾ അഗ്നി ഉണ്ടായി. ആ അഗ്നിയാണ് രൂപത്തെ കാണിക്കാനായിട്ട് കഴിയുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ അവിടെ പ്രകാശമാണ്. അനിലേന, വായുവിനോട് അന്വിതം, ചേർന്നതായ ജ്യോതിസ്, തേജസ്. പരവീക്ഷിതം, ഈശ്വരസങ്കല്പത്തിന് വിഷയമായി. വികാരത്തെ പ്രാപിച്ചിട്ട്, അതായത് വികുർവത് കാലമായാംശയോഗ്യത, കാലം, മായ, അംശം എന്നിവയോട് ചേർന്ന് രസസ്വരൂപമായ ജലത്തെ ധരിച്ചു. അങ്ങനെ ഭൂമി, വെള്ളമായി, പഞ്ചഭൂതങ്ങൾ, രസങ്ങൾ, അവയുടെ സൃഷ്ടി തുടർന്ന് പറയണം. ജ്യോതിഷാംബോന് സംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹിംഗന്ധ ഗുണാമാധാത് കാലമായാംശയോഗ്യത. ഒക്കെ കാലമായാംശയോഗ്യത അതിനൊക്കെ ബാധകമാണ്. ജ്യോതിസിനോട് ചേർന്നതും ഈശ്വരനാൽ കടാക്ഷിക്കപ്പെട്ടതും വികൃതിയെ വികാരം പ്രാപിച്ചതുമായിട്ടുള്ള ജലം എന്തായിട്ട് മാറി? ഗന്ധമാകുന്ന ഗുണത്തോടു കൂടി ഭൂമിയെ സൃഷ്ടിച്ചു. അടുത്ത പഞ്ചഭൂതം
കായേന വാചാ മനസേന്ദ്രിയർവാം ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യत् സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.